ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാത്തൂൻ സൗദത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കാട ഫ്രൈ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. നമ്മുടെ കുരുമുളക്, അതൊരു 2 സ്പൂൺ കുരുമുളക് വേണം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ വേണം. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളതാണ് പെരിഞ്ജീരകം അതും വേണം. അതും ഒരു 1/2 സ്പൂൺ വേണം. കാശ്മീരി ചില്ലി കേട്ടോ. ഇത് വീട്ടിൽ നമ്മൾ മേടിച്ചുണ്ടാക്കിയത് പൊടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനധികം കളർ നിങ്ങൾക്ക് തോന്നാനുണ്ടാവില്ല. പക്ഷേ ഇതിൽ മറ്റു കളറുകളൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 ചുള വെളുത്തുള്ളി, പിന്നെ ഇതുപോലെ 2 കഷ്ണം ഇഞ്ചിയാണ്. ഇത് പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂണ് എണ്ണയോ ഏതെങ്കിലും ഓയിലോ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ മറക്കാതെ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കോൺഫ്ലവർ. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും മതി. ഇത് നന്നായിട്ട് അരച്ച് നമ്മൾ പുരട്ടണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, പുരട്ടുന്നൊന്നും കാണില്ല. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇറച്ചിയുടെ ഉള്ളൊക്കെ ഇങ്ങനെ നമ്മൾ മീൻ നമ്മൾ വരയിടില്ലേ വറക്കാൻ നേരത്ത്, അതുപോലെ അതിൻ്റെ ഉള്ളിലെല്ലാം മസാലകൾ ചേർത്തിട്ട്, പുറത്തധികം ചേർത്തിട്ടില്ല, ഞാൻ ഉള്ളിലേക്കാണ് മസാല ചേർക്കുന്നത്. അന്നേരം നമ്മുടെ ഈ എണ്ണയിലധികം മസാലയുടെ കൂട്ടില്ലേ, അത് ഇതാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കിയത് ഏകദേശം 2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ പുറത്തൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പുറത്തെടുത്ത് വെച്ചു. തണുത്തതിന് ഒരുവിധം തണുപ്പൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം എനിക്ക് പുറത്ത് വെക്കാനുള്ളൊരു സമയം ഇല്ല. അപ്പോൾ ഞാൻ മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈമിൽ ഇതാണ് ഫ്രിഡ്ജിൽ വെച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ കാട കണ്ടോ, ഇത് 2ആയിട്ട് ഞാൻ ഇതിൽ മുറിച്ചു. ഇതിൻ്റെ ചിറകിൻ്റെ മേലോട്ടും കാലിന് താഴോട്ടുമായിട്ട് 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് നന്നായിട്ട് തിളച്ച ആ എണ്ണയിലേക്ക് ഞാൻ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരുമിച്ച് നമുക്ക് വറക്കാം. 5 കാടയാണ് ഞാൻ എടുത്തേക്കണത്. ഇപ്പം ഞാൻ ആകെ എടുത്തേക്കണം 5 കാടയാണ്. അതെല്ലാം ഞാൻ ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് ഫ്രീസറിൽ വെച്ച് നല്ല അടിപൊളി മസാല എല്ലാം അതിൽ ആക്കിയതിന് ശേഷം ഞാൻ എണ്ണയിലിങ്ങനെ വറക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇടയിൽ തിരിച്ചും മറിച്ചും ഇട്ട് വേണം വറുത്തെടുക്കാൻ. കാരണം അത് അടി പിടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ അടിപൊളിയായിട്ട് വറുത്തെടുക്കാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ അധികം മസാല പിടിച്ചതായിട്ട് തോന്നിയില്ലെങ്കിലും നല്ലതായിട്ട് എരിവ് അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. ഈ കുരുമുളകിൻ്റെ ആണെങ്കിലും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല എരിവുണ്ട്. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ശരിക്കും റെഡ് കളറിലേക്ക് അത് വരും കേട്ടോ. അപ്പം ഇതിങ്ങനെ കളർ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ആരും ആശങ്കപ്പെടേണ്ട. അത് ലാസ്റ്റ് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് മൊരിഞ്ഞ് വരുന്നതനുസരിച്ച് ഇത് നല്ല ബ്രൗൺ കളറിലേക്ക് അത് മാറി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ലിറ്റർ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കണേ. അപ്പോൾ അത് മൊത്തം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ അതങ്ങോട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കോരിയെടുത്തു. അപ്പോൾ കോരിയെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം എടുക്കുന്നത്. ആ പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം ഞാനൊരു ടിഷ്യൂ പേപ്പർ നമ്മുടെ കാസറോള് പാത്രത്തിലേക്ക് ഞാൻ ഇതിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് വെക്കും കേട്ടോ. ഇതിൻ്റെ കൂടേക്ക് ഞാൻ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. ഒരു നല്ല കോമ്പിനേഷനാണ് ഇത് തമ്മിൽ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് എണ്ണ പറ്റുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കോരിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കോരിയെടുത്ത് ഒരു കാസറോളിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതെല്ലാം എടുത്ത് വെച്ച് അടച്ച് ഞാനങ്ങനെ വെച്ചു. അപ്പോൾ ഇതുവരെയും കാട ഫ്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, സവോള എടുക്കണം, അത് അരിഞ്ഞ് അത് എടുക്കണം, പിന്നെ ഇതെല്ലാം വഴട്ടിയെടുക്കണം. ഒത്തിരി സമയം പോവില്ലേ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മട്ടുണ്ട്. അത്രയും ഞാൻ നോക്കിയിട്ട് പോലും കുറച്ച് മട്ടുണ്ട്. അപ്പം ഞാൻ ആ മട്ടും കൂടെ എണ്ണയ്ക്ക് ഇത് അടി പിടിക്കണ്ടെന്ന് വിചാരിച്ച് ആ മട്ടും കൂടെ കോരിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസം. അതിൻ്റെ എല്ല് വരെ നമുക്ക് കടിച്ച് തിന്നാൻ പാകത്തിന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല കമൻറ്റുകളൊക്കെ താഴെ ഇടാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. കണ്ടോ എന്ത് രസം നോക്കി, അതൊന്ന് പൊടിഞ്ഞു പോവുമോ മറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയായി. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തു. നമ്മുടെ കറിവേപ്പിലയും മുളകും ഒക്കെ ഞാൻ വറുത്തെടുത്തു. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ ബൈ. താങ്ക് യു.